नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 853. പ്രിയപ്പെട്ട ശ്രുതദേവ, അതിനാൽ ഈ പുണ്യാത്മാക്കളെയും ബ്രാഹ്മണരെയും മഹർഷിമാരെയും നമ്മുടെ യഥാർത്ഥ പ്രതിനിധികളായി സ്വീകരിച്ചു കൊള്ളുക. അവരെ വിശ്വസ്തയോടെ ആരാധിക്കുക വഴി നിങ്ങൾ നമ്മെ കൂടുതൽ ശുഷ്കാന്തിയോടെ ആരാധിക്കുകയായിരിക്കും. നമ്മുടെ ഭക്തരെ ആരാധിക്കുന്നത് നമ്മെ നേരിട്ട് ആരാധിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി നാം കണക്കാക്കുന്നു. നമ്മുടെ ഭക്തരെ ആരാധിക്കാതെ നമ്മെ നേരിട്ട് ആരാധിക്കാൻ ശ്രമിച്ചാൽ ആ ആരാധനം അത് എത്ര തന്നെ ആർഭാടപൂർവമായാലും നാം കൈക്കൊള്ളുകയില്ല. ഇപ്രകാരം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രുതദേവ ബ്രാഹ്മണനും മിഥിലാധിപനും കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും മഹർഷിമാരെയും പുണ്യാത്മാക്കളായ ബ്രാഹ്മണരെയും തുല്യമായ ആധ്യാത്മിക പ്രാധാന്യത്തോടെ ആരാധിച്ചു പോന്നു. ബ്രാഹ്മണനും രാജാവും ഒടുവിൽ ആധ്യാത്മിക ലോകത്തേക്ക് മാറ്റപ്പെടുകയെന്ന പരമലക്ഷ്യം നേടുകയും ചെയ്തു. ഭക്തനു ഭഗവാൻ കൃഷ്ണനെയല്ലാതെ ആരെയും അറിയില്ല. കൃഷ്ണന് ഭക്തനോട് അത്യന്തം വാത്സല്യവുമാണ്. മിഥിലയിൽ ശ്രുതദേവ ബ്രാഹ്മണന്റെ ഗൃഹത്തിലും രാജാ ബഹുലാശ്വന്റെ കൊട്ടാരത്തിലും ഭഗവാൻ കൃഷ്ണൻ താമസിച്ചിരുന്നു. അവരെ അതീന്ദ്രിയമായ നിർദ്ദേശങ്ങൾ കൊണ്ടു ധാരാളമായി അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം സ്വന്തം തലസ്ഥാന നഗരിയായ ദ്വാരകയിലേക്കു മടങ്ങുകയും ചെയ്തു. ശ്രുതദേവനും രാജാ ബഹുലാശ്വനും ഒരുപോലെ നിർമ്മല ഭക്തന്മാരായിരുന്നതിനാൽ ഭഗവാൻ കൃഷ്ണൻ അവരിരുവരെയും ഒരേ നിലയിൽ സ്വീകരിച്ചു എന്നാണ് ഈ സംഭവത്തിൽ നിന്നു നാം പഠിക്കുന്ന പാഠം. പരമപുരുഷനായ ഭഗവാന്റെ അംഗീകാരം ലഭിക്കാൻ വേണ്ട യഥാർത്ഥ യോഗ്യത ഇതാണ്. ക്ഷത്രിയ കുടുംബത്തിലോ ബ്രാഹ്മണ കുടുംബത്തിലോ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ദുരഭിമാനം കൊള്ളുന്നത് ഈ യുഗത്തിലെ ഒരു പരിഷ്കൃതിയായി തീർന്നിരിക്കുന്നതിനാൽ ജന്മമല്ലാതെ മറ്റൊരു യോഗ്യതയുമില്ലാത്ത ആളുകൾ ക്ഷത്രിയനെന്നും ബ്രാഹ്മണനെന്നും വൈശ്യനെന്നും മറ്റും അവകാശപ്പെടുന്നതു നാം കാണുന്നുണ്ട്. മതഗ്രന്ഥങ്ങളിൽ പറയുന്നതുപോലെ കലൗ ശൂദ്രസംഭവഃ, കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രന്മാരാണ്. സംസ്കാരം എന്നു പറയുന്ന പവിത്രീകരണ കർമ്മങ്ങളിലല്ലാത്തതാണ് ഇതിനു കാരണം. അമ്മയുടെ ഗർഭധാനം മുതൽ വ്യക്തിയുടെ മരണം വരെ തുടർന്നു പോരുന്ന കർമ്മമാണ് സംസ്കാരം.
കേവലം ജന്മാവകാശമായി ഒരാളെയും ഒരു നിശ്ചിത ജാതിയിലുള്ളവനെന്ന് വിശേഷിച്ചും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നീ ഉയർന്ന ജാതിയിലുള്ളവനെന്നു വർഗീകരിക്കാനാവില്ല. ഗർഭധാന ചടങ്ങുകളിലൂടെ ശുദ്ധീകരണ പ്രക്രിയ നടത്താത്തവരെയൊക്കെ ശൂദ്രരായി കണക്കാക്കണം. കാരണം സംസ്കാര പ്രക്രിയയിലല്ലാത്തതു ശൂദ്രർക്കു മാത്രമാണ്. കൃഷ്ണാവബോധം എന്ന ശുദ്ധീകരണ പ്രക്രിയയിലല്ലാത്ത ലൈംഗിക ജീവിതം ശൂദ്രരുടെയും മൃഗങ്ങളുടെയും ബീജദാന പ്രക്രിയ മാത്രമാണ്. എന്നാൽ ആർക്കും വൈഷ്ണവന്റെ വിധാനത്തിൽ സഹായകമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പരിപൂർണതയാണ് കൃഷ്ണാവബോധം. ഇതിൽ ബ്രാഹ്മണന്റെ സർവയോഗ്യതയും അടങ്ങുന്നു. നിയമവിരുദ്ധമായ ലൈംഗിക ജീവിതം, മദ്യപാനം, ചൂതാട്ടം, മാംസാഹാരം എന്നീ 4 തരം പാപവൃത്തികളിൽ നിന്നു മുക്തരാകാൻ വൈഷ്ണവർക്കു പരിശീലനം നൽകുന്നുണ്ട്. ഈ പ്രാഥമിക യോഗ്യതയില്ലാതെ ബ്രാഹ്മണന്റെ വിധാനത്തിലെത്താൻ ആർക്കുമാവില്ല. യോഗ്യനായ ബ്രാഹ്മണനാകാതെ യഥാർത്ഥ ഭക്തനായി തീരാനും സാധ്യമല്ല. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും എന്ന 85-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.